ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഞായറാഴ്ചകളിലെ പതിവ് ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട്, മറുപടികൾ പറയാനാകുന്നില്ല. സാങ്കേതികമായ പല പരിമിതികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ആ അസ്വസ്ഥതകൾക്ക് പരിഹാരമായിട്ടോ പറഞ്ഞതല്ല, ഒരു സാഹചര്യത്തെ വിശദീകരിച്ചതാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ചോദിക്കുകയും നിരന്തരമായി അത് തന്നെ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ വീണ്ടും പരിശോധിക്കാനിടയായി. അത്തരത്തിലൊന്നാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ളത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം കാറ്റക്കിസത്തെ സംബന്ധിച്ചാണ്. CCC പറയുന്നു 1302 പന്തക്കുസ്തായിൽ നൽകപ്പെട്ടതുപോലെ തന്നെയാണ് സ്ഥൈര്യലേപനത്തിനും പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്ന്. എന്നിട്ട് എന്താണ് വരദാനങ്ങളൊക്കെ പ്രകടമാകാത്തത്? അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാവർക്കും ചെയ്യാൻ കഴിയേണ്ടതല്ലേ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വിശദമായ പഠനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം വ്യക്തമായി ബോധ്യപ്പെടൂ. കൊറിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, സഹോദരരെ, ആത്മീയ ദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയും പരിശുദ്ധാത്മാവിന്റെ ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകളെയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ്. കത്തോലിക്കേതരമായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്നാണ്. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരും എന്നൊക്കെ കരുതുകയും ചെയ്യുന്നു. ധ്യാനാവസരങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് പോലെ സ്ഥൈര്യലേപനത്തിൽ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ട് എന്നൊരു സംശയം അതിന്റെ പിന്നിലുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദീർഘമായ ഒരു പഠനം ഒരു വീഡിയോയിൽ സാധ്യമല്ല. ഒരു പരമ്പര തുടങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല. കാരണം തുടങ്ങിയ പല പരമ്പരകളും മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ആലോചിക്കാം. പരിശുദ്ധാത്മാവ് പ്രധാനമായും 3 തരത്തിലാണ് പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവ് 3 പ്രത്യേകമായ ഇടപെടലുകൾ മനുഷ്യ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രേരക പരിശുദ്ധാത്മാവാണ്, രണ്ടാമത്തേത് വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ്, മൂന്നാമത്തേത് ശക്തീകരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, എന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ വരദാനങ്ങളിൽ അഥവാ അത്ഭുത പ്രവൃത്തികളിലൊക്കെ മാത്രം കണ്ടുമുട്ടാനായിട്ട് താല്പര്യപ്പെടുന്നു. സാധാരണയായി മനുഷ്യർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് തങ്ങളുടെ പരിമിതികളെ ലംഘിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ദാഹമാണ് വിമാനം കണ്ടുപിടിക്കാൻ വരെ കാരണമായത്. പറക്കാൻ ആഗ്രഹമുണ്ട്, വേഗത്തിൽ ചരിക്കാൻ ആഗ്രഹമുണ്ട്, കാലത്തെയും ദേശത്തെയൊക്കെ മറികടക്കാൻ ആഗ്രഹമുണ്ട്. ഇത്തരം നമ്മുടെ ആലോചനകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് മാനുഷിക അധ്വാനങ്ങൾക്ക് പ്രേരകമായിട്ടുള്ളത്. അവയൊക്കെയാണ് സാങ്കേതികതയിൽ മികവുള്ളവരാകാൻ നമ്മെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരിമിതികൾ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ആ പരിമിതികളെ മറികടക്കാനുള്ള കഴിവും പ്രയത്നശേഷിയും അവസരവും നൽകുന്നവനാണ് ദൈവം എന്ന കാര്യം നമ്മൾ ഓർക്കണം. കേവലമായ മാനുഷികതയെ മറികടക്കുന്ന അതിമാനുഷിക പ്രവൃത്തികളല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമെന്നും നമ്മൾ അറിയുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവർക്കുമായി നൽകപ്പെടുന്നു. യേശു കുരിശിൽ മരിക്കുമ്പോൾ എല്ലാവരിലേക്കും ആത്മാവ് വർഷിക്കപ്പെടുന്നുണ്ട്. ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 29-ാം തിരുവചനം അത് പറയുന്നുണ്ട്, സകലർക്കും ഞാൻ എൻ്റെ ആത്മാവിനെ നൽകും. ഇങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവുള്ളവരാണ്, എല്ലാവരിലേക്കും ആത്മാവ് വർഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് പ്രേരക പരിശുദ്ധാത്മാവാണ്. ഈ പ്രേരക പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നൽകിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ
നമുക്ക് പലയിടത്ത് കാണാം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയുന്നു, അവിടുന്ന് നമ്മുടെ മേൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. സകല മനുഷ്യരിലേക്കുമായി പകർന്നൊരു ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം അച്ചാരമായി നൽകപ്പെടുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ രക്ഷയിലേക്ക് മനുഷ്യവംശത്തെ മുഴുവൻ നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ കുറിച്ച് പറയുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി തന്റെ ആത്മാവിനെ അച്ചാരമായിട്ട് ഞങ്ങൾക്ക് നൽകിയത് ദൈവമാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നു. എഫെസ്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയുകയാണ്, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ അച്ചാരമാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കുമായിട്ട് നൽകപ്പെട്ടതാണ്. പ്രേരക പരിശുദ്ധാത്മാവാണ്. എങ്ങനെയാണ് പ്രേരക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം? ഈ ആത്മാവ് അകമേ ഉള്ളത് കൊണ്ടാണ് ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് കഴിയുന്നത്, നന്മയോട് ഉന്മുഖമാകാൻ നമുക്ക് കഴിയുന്നത്, ക്രിസ്തുവിനെ പ്രതി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ പ്രേരക പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ അതിന് അച്ചാരം കൊടുക്കും. ഈ അച്ചാരം കൊടുത്താൽ പിന്നെ ആ സ്ഥലം വേറൊരാൾക്ക് വിൽക്കാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് അവകാശമായിട്ടില്ല, പൂർണ്ണമായി നമുക്കത് കിട്ടിയിട്ടില്ല. എന്നാൽ അപ്രകാരം അവകാശമായി ലഭിക്കുന്നതിന് മുൻപ് അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ കഴിയും വിധം നമുക്ക് ആ ഇടപാടിൽ ആ സ്ഥലത്തിന്റെ മേൽ ഒരു അവകാശം നൽകുന്നതാണ് ഈ അച്ചാരം. അതിനുശേഷം അത് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ സ്വന്തമാക്കണം. ഇനി അത് നടത്തിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതിനുശേഷം അവിടെ ചെന്ന് തെങ്ങൊക്കെ കയറി, തെങ്ങിൽ പണ്ട് ഓലയൊക്കെ കെട്ടിവെക്കും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, പണ്ട് ഓല കെട്ടിവെക്കും. അത് ഉറപ്പിച്ചു, കച്ചവടം നടന്നു, നടപടി നടന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ 3 തരം പ്രവൃത്തികളെ ഒരു വ്യവഹാരത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്ഥല കച്ചവടത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആദ്യം അച്ചാരം കൊടുക്കുന്നു, പിന്നെ അത് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ അത് നടത്തിച്ചെടുക്കുന്നു. ഈ 3 പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചാരമാണ്. അച്ചാരം സകല മനുഷ്യർക്കും വേണ്ടി, മനുഷ്യകുലത്തിന് രക്ഷ പ്രാപിക്കാനായി ദൈവത്തിലേക്ക് തിരിയാൻ ദൈവാത്മാവിന്റെ ഒരു പ്രവർത്തനം എല്ലാ മനുഷ്യരിലും ഉണ്ട്. സത്യത്തോട് ഉന്മുഖമാകുന്ന ഒരു ഹൃദയം, കാരുണ്യത്തോടും സ്നേഹത്തോടും ഉന്മുഖമാകുന്ന ഒരു ഹൃദയം എല്ലാവരിലേക്കും വർഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ആത്മാവിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള സുവിശേഷ പ്രഘോഷണ വേലയിൽ ഒരാൾ പങ്കുചേരുന്നത് പോലും ഈ പ്രേരക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ടാണ്. അച്ചാരം നമ്മെ പ്രേരിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നാം ഇത് സ്വന്തമാക്കുന്നത് വരെ, രക്ഷ അനുഭവിക്കുന്നത് വരെ, അതിന്റെ സമ്പൂർണതയിലെത്തുന്നത് വരെ അച്ചാരമായി ഒരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് എല്ലാ മനുഷ്യരിലുള്ളതാണ്. 2-ാമത്തെ ഭാഗത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് വിശുദ്ധീകരണത്തിന്റെ ആത്മാവായിട്ടാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവൃത്തി നമ്മെ പാപബോധമുള്ളവരാക്കി, നീതിബോധമുള്ളവരാക്കി വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ചെയ്യുകയാണ്. വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ നമുക്കത് കാണാം. ഞാൻ സത്യം നിങ്ങളോട് പറയുന്നു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ സഹായകനായിട്ട് അയക്കും. അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ സാധ്യമല്ല. ഞാൻ പോയി കഴിയുമ്പോൾ അവൻ നിങ്ങളുടെ മേൽ വരും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മഫലങ്ങൾ നമ്മിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. 12 ഫലങ്ങൾ: സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിവ നമുക്ക് നൽകപ്പെടും. ഈ 12 ഫലങ്ങൾ ഒരു മൂല്യബോധമായി നമ്മൾ ഉണ്ടാകുകയും ഈ 12 ഫലങ്ങൾക്കെതിരായുള്ള പ്രവൃത്തികളെ അല്ലെങ്കിൽ അത്തരം മനോഭാവങ്ങളെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മെ ലോകത്തിൽ നിന്ന് വേർപെടുത്തുന്നു. മനുഷ്യരിൽ നിന്നല്ല, ലോകത്ത് നിന്ന് വേർപെടുത്തുന്നു. എങ്ങനെ വേർപെടുത്തുന്നു? നമ്മുടെ സ്വാഭാവിക ബോധത്തിന് പകരം ഒരു മൂല്യബോധം, ആത്മാവിന്റെ പ്രേരണ നമുക്കുണ്ടാവുന്നു. നിരന്തരമായി ആത്മാവിന്റെ വെളിച്ചം നമ്മിലുള്ളത് കൊണ്ട് സ്നേഹത്തിനെതിരായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, സമാധാനത്തിനെതിരായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, ആനന്ദത്തിനെതിരായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നിരന്തരം ആത്മാവ് നമ്മെ ഒരു വീണ്ടും വിചാരത്തിലേക്ക് നയിക്കുന്നു. സ്വയം വിശുദ്ധീകരണ ശക്തിയായി ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മാമോദീസ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയിലും
നിരന്തരം പ്രവർത്തിക്കുന്ന ആത്മാവാണ് വിശുദ്ധീകരണത്തിന്റെ ആത്മാവ്. ഇനി ആ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് എങ്ങനെയാണെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈ സഹായകൻ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കും. ഇങ്ങനെ നിരന്തരമായി ദൈവവചനത്തെ അനുസ്മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പാഠങ്ങളിലേക്ക് നമ്മെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ആത്മാവ് വിശുദ്ധീകരണ ശക്തിയായി നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്, പശ്ചാത്താപം ഉണ്ടാകുന്നത്, നാം കുമ്പസാരിക്കുന്നത്. വിശുദ്ധിയിൽ വളരാനുള്ള പ്രേരണയായി അല്ലെങ്കിൽ ശക്തിയായി ഈ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മിൽ വ്യക്തി വസിക്കുന്നുണ്ട്. ആ വ്യക്തി നിരന്തരം നമ്മെ മാർഗത്തിൽ നയിക്കുന്നുണ്ട്, ക്രിസ്തുവിനോട് അനുരൂപരാകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, യേശു പറഞ്ഞ വചനങ്ങൾ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാപകരമായ ലോകത്തു നിന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ പാപച്ചായ്ച്ചലുകളിൽ നിന്നും വിമുക്തി നേടാനായും സഹായിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:34 പറയും, ദൈവം അളന്നല്ല തന്റെ ആത്മാവിനെ വർഷിക്കുന്നത്. നിരന്തരമായി ഈ ആത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ നിറവേറുന്നു. ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഈ നൽകപ്പെടലായി പറയുന്നത്. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. ഓരോ മേഖലയിലും ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അളവില്ലാതെ ആത്മാവ് വർഷിക്കപ്പെടുന്നുണ്ട്. നമുക്കത് അനുഭവമാകുന്നത് പ്രാർത്ഥനയുടെ വേളകളിലാകും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ടു. ആ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്, വിശുദ്ധീകരണ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ശക്തീകരിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ഈ ശക്തീകരണാനുഭവങ്ങൾ നമുക്കുണ്ടാകുക. ആത്മാവ് നമുക്ക് നൽകപ്പെടുന്നത് ആത്മവിശുദ്ധീകരണത്തിനാണ്. എന്നാൽ ആത്മവിശുദ്ധീകരണത്തോടൊപ്പം സഭയെ പടുത്തുയർത്തുക, മനുഷ്യനെ പടുത്തുയർത്തുക എന്നൊരു ധർമ്മം അതിനകത്തുണ്ട്. ആത്മാവിന്റെ ഈ പ്രവൃത്തിയാണ് ശക്തീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അളവില്ലാതെ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നു. കത്തോലിക്ക സഭയിൽ രണ്ട് തരത്തിലാണ് സ്ഥൈര്യലപനം നമ്മൾ കാണുന്നത്. ആഗോള സഭയിൽ മാമോദീസ സ്വീകരിക്കുന്നു. പാപബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്ക് കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശയിലേക്ക് പ്രവേശിക്കാം. തുടർന്ന് യേശുവിനെ സ്വീകരിക്കാം. അങ്ങനെ നമ്മൾ കുർബാന സ്വീകരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞും നമുക്കൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. ശൈശവത്തിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണ് എന്നതുകൊണ്ടാണ് ദൈവാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും മാമോദീസയിൽ നമ്മെ മുക്കുകയും ചെയ്യുന്നത്. മാമോദീസ മുക്കുക എന്ന് വെച്ചാൽ അറിവിൽ മുക്കുക, ജ്ഞാനത്തിൽ ഇമ്മേഴ്സ് ചെയ്യുക. ഇമ്മേഴ്സ്ഡ് ഇൻ നോളജ്, അറിവിൽ മുങ്ങുക. അറിവുണ്ടായിട്ട് സ്വീകരിക്കുകയല്ല, അറിവിൽ മുങ്ങുക. അങ്ങനെ അറിവിൽ മുങ്ങി നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു 3-4 വയസ്സാകുമ്പോൾ നമ്മുടെ ലോകം വീടിൽ നിന്നും പുറത്തേക്ക് കിടക്കും. അത്രയും നാള് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുക. അവരുടെ വിശ്വാസമാണ് നമ്മൾ നയിക്കുക. കുറച്ചുകൂടി വലുതാവുമ്പോൾ ഇപ്പോൾ ഒരു 3.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് വിദ്യാലയങ്ങളിൽ പോകാൻ തുടങ്ങും. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ മൂല്യബോധമായി തങ്ങൾ കണ്ടിരുന്ന മാതാപിതാക്കളെക്കാൾ അറിവും വിവരവും ഒക്കെയുള്ള കുറെ ആളുകൾ ലോകത്തുള്ളതായിട്ട് കാണുന്ന അധ്യാപകർ, അവർക്ക് പലവിധ മതസങ്കല്പങ്ങളും മൂല്യബോധങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, കണ്ടുമുട്ടുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് ശരി തെറ്റുകളെ സംബന്ധിച്ച ഒരു തർക്കം ഈ കുഞ്ഞു മനസ്സിൽ ഉറവെടുക്കും. അപ്രകാരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ശരിയേതോ തെറ്റേതെന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെയാണ് നമ്മെ കൂടുതൽ നിയമം പഠിപ്പിക്കുകയും എന്താണ് നന്മ എന്നതിനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെയുണ്ട്. ഒപ്പം തന്നെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മെ നയിക്കും. അവിടെ വെച്ച് നമുക്ക് കുറ്റബോധം തോന്നാനിടയുണ്ട്. ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോകുന്നുവല്ലോ എന്നൊരു വിചാരം ഉണ്ടാവും. അങ്ങനെ തെറ്റ് ചെയ്തു പോകുന്നുവല്ലോ എന്ന വിചാരം ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എന്ന ബോധ്യവും ഒപ്പം ഉണ്ടാവും. ഈശോ അകത്തുണ്ട് എന്ന വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണത്. എൻ്റെ രണ്ടാമത്തെ കുട്ടി കുർബാന സ്വീകരിക്കുന്നതിന് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ ഒരു നുണ പറയാനിടയായി. അപ്പോൾ വഴിയിൽ വെച്ച് സംസാരത്തിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നുണയാണ് പറഞ്ഞത്, അത് പാപമാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഉടനെ തന്നെ ഭയങ്കരമായി വിഷമിച്ചു. എനിക്ക് തോന്നി ഇത് കുമ്പസാരത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയില്ലായിരുന്നു. കാരണം കുട്ടി വിഷമിക്കുന്നു. കുട്ടി അങ്ങനെ വിഷമിക്കുന്നു. കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന അനുതാപം ക്രിസ്തുവിനെതിരായി പോകുന്നുവെന്ന ചിന്ത, യേശുവിനെ ഞാൻ വേദനിപ്പിക്കുന്നു
അങ്ങനെ വേദനിപ്പിച്ച് ജീവിക്കുന്നതിലുള്ള അസഹ്യമായ ഹൃദയവേദന ഈ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോഴാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ അതെല്ലാം ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞ് സ്വതന്ത്രനാകാം എന്ന് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നു. പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബോധം ക്രിസ്തു നഷ്ടപ്പെടുന്നു എന്നതാണ്. യേശു നഷ്ടപ്പെടുന്നൊന്നുമില്ല, പക്ഷെ നമുക്കുണ്ടാകുന്ന ബോധം ഈ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം യേശുവിനെ സ്വീകരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വളർന്നു വരികയാണ്. വളർന്നു വരുമ്പോൾ നമ്മുടെ ശരീരം വളരും, ഇമോഷൻസ് വ്യത്യാസം ഉണ്ടാവും, സൗഹൃദങ്ങൾ കൂടുതൽ ആഴപ്പെടും. അപ്പൊ ആദ്യമൊക്കെ അപ്പനും അമ്മയാണ് മാതൃകയെങ്കിൽ പിന്നീട് ഈ ചെറിയ പ്രായത്തിലൊക്കെ അധ്യാപകരായിരിക്കും കുട്ടികളുടെ മാതൃക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഈ അധ്യാപകർ മൂല്യബോധം എന്നുള്ളത് മാറിയിട്ട് സംഘബോധത്തിലേക്ക് വരും. അപ്പൊ കൂട്ടുകാരാണ് പ്രധാനം. അപ്പൊ കൂട്ടുകാരെ കാണുമ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലോ, അവർ അങ്ങനെയാണല്ലോ, ഇവർ ഇങ്ങനെയാണല്ലോ, പിന്നെ എനിക്കായാലും എന്താണെന്ന ചിന്ത ഉണ്ടാവും. അവിടെയാണ് സ്ഥൈര്യലവനം എന്ന കൂദാശ നൽകുന്നത്. ആഗോളസഭ ഈ പ്രായവ്യത്യാസത്തിലാണ് സാധാരണ ഇത് നൽകുക. സിറോ മലബാർ സഭയിൽ ഇപ്പോ അത് മൂന്നും കൂടി ഒന്നിച്ച് നൽകുക എന്നൊരു രീതിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രയോഗമാനം നമുക്ക് കാണാൻ പറ്റുന്നത് ആഗോളസഭയിലാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് പാപമെന്ത് പുണ്യമെന്ത്, അവിടെ എങ്ങനെയാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുക എന്നത് പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഇത്തരം ഒരു ശക്തീകരണം ഒരാളിൽ സംഭവിപ്പിക്കുകയും ചെയ്യാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത് പോലെ ആത്മാവിന്റെ ദാനങ്ങൾ നൽകപ്പെടും. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം, ഇവയൊക്കെ നൽകപ്പെടുന്നതിലൂടെ നാം കൂടുതൽ ശക്തീകരിക്കപ്പെടും. വ്യക്തിപരമായി ഉണ്ടാകുന്ന ഈ ശക്തീകരണം സാമൂഹ്യമായ അല്ലെങ്കിൽ സഭയെ പടുത്തുയർത്തുന്ന പ്രവൃത്തിയുടെ നന്ദിയാണ്. ഇത് നമ്മിൽ സംഭവിക്കും. സ്ഥൈര്യ ലേപനത്തിൽ നൽകപ്പെടുന്നത് ഈ ദാനങ്ങളാണ്, 7 ദാനങ്ങൾ. ഇനി ഈ 7 ദാനങ്ങൾ മാത്രമാണോ പരിശുദ്ധാത്മാവിനുള്ളത്? പരിശുദ്ധാത്മാവിന് വരദാനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെ കുറിച്ച് കൊറിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റോമർ ലേഖനത്തിൽ കാണുന്നുണ്ട്. ആത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, പ്രഘോഷണവരം, ഇത് നിരവധിയായ വരങ്ങൾ നൽകുന്നു. 9 വരങ്ങളെ കുറിച്ചാണ് പ്രധാനമായും കൊറിന്ത്യർ ലേഖനം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരദാനങ്ങൾ ഉണ്ടാകുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അത് വ്യക്തിപരമായ ഉപയോഗത്തിനുള്ളതല്ല. ഇനി സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ സ്ഥിരപ്പെടുകയാണ്, കൺഫോർമേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വരദാനങ്ങളെല്ലാം അയാളിൽ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ചലനമോ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ആത്മാവിന്റെ വരങ്ങൾ ജ്വലിക്കുന്ന പ്രവൃത്തികളോ, ഭാഷാവരുത്തി പ്രവചിക്കുകയോ സ്തുതിക്കുകയോ അല്ലെങ്കിൽ രോഗശാന്തി വരം പ്രകടിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സ്ഥൈര്യലേപനത്തിന്റെ അവസരത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതാണ് ചോദ്യകർത്താവ് ചോദിച്ചത്, പരിശുദ്ധാത്മാവിനെ അങ്ങനെ നൽകുന്നുവെങ്കിൽ, ആദിമസഭയിൽ എന്ന പോലെയാണ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രവചനം ഉണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് വരദാനങ്ങൾ പ്രകടമാകാത്തതെന്നാണ്. വരദാനങ്ങൾ പ്രകടമാകുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്, അത് സ്വന്തം കാര്യത്തിലല്ല, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് കാണണം. അവയൊന്നും പൊതു നന്മയ്ക്ക് വേണ്ടിയല്ലാതെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലാതെ, പൊതു നന്മയ്ക്ക് വേണ്ടിയല്ലാതെ നൽകപ്പെടുന്നില്ല. ഇതെല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും വെളിപ്പെടുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. ഒരാള് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ വരദാനങ്ങളിലൂടെ കൂടുതൽ ദൈവിക വെളിപ്പെടുത്തലുകൾ നൽകാൻ ബാധ്യസ്ഥനാവും. കാരണം ഉപകരണമില്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഇപ്പൊ നമ്മൾ വചനം പ്രഘോഷിക്കുന്നു, ആ വചനം സ്ഥിരീകരണം സംഭവിക്കുന്നത് പലപ്പോഴും അടയാളങ്ങളിലൂടെയാണ്. മാത്രമല്ല, വചനം പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷിക്കാൻ കഴിയുന്നത് പ്രവചനപരം ഉണ്ടായിട്ടാണ്. പ്രവചനപരവും പ്രഘോഷണപരവും ഉള്ളപ്പോഴാണ് പ്രഘോഷിക്കാൻ പറ്റുക. അപ്പോൾ വരദാനങ്ങളെല്ലാം ഇങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ദൈവം ഇടയാക്കിയ ഒരാളെന്ന നിലയ്ക്ക് വരദാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ പലപ്പോഴും പ്രേരകമായിട്ടുള്ളത് ആത്മാവിനെ കുറിച്ചുള്ള അവബോധമാണ്. ദൈവത്തിന്റെ ആത്മാവ് പലതരം വരദാനങ്ങൾ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് വരദാനങ്ങളുടെ ഒരു ധ്യാനം വീണ്ടും സംഘടിപ്പിക്കണമെന്നുണ്ട്. നേരത്തെയൊക്കെ സംഘടിപ്പിച്ചിരുന്നതാണ്, വീണ്ടും സംഘടിപ്പിക്കണമെന്നുണ്ട്. അവിടെയാണ് നമ്മൾ കാണുന്നത് സ്വാഭാവിക വരങ്ങളുണ്ട്, അനുഭൂതി വരങ്ങളുണ്ട്, അതേപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ്, അതീന്ദ്രിയ വരങ്ങളുണ്ട്. ഇനി സുപ്പീരിയർ വരങ്ങൾ, വിശുദ്ധാത്മാക്കളിലൊക്കെ പ്രകടമായിരുന്ന സുപ്പീരിയർ വരങ്ങളുണ്ട്. ഈ വരങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ അവബോധവും ധാരണയും നമുക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. പക്ഷേ ഈ വരദാനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പ്രധാനമായും ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് മൂല്യബോധമായിട്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. ആത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ച്, സാധാരണ രീതിയിൽ ആത്മഫലങ്ങളെക്കുറിച്ച് ഇപ്രകാരം ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാറില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പരിശുദ്ധാത്മാവിൽ നൽകപ്പെട്ട
ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം എന്ന 7 ദാനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ എവിടെയൊക്കെ തടസ്സം ഉണ്ടാകുന്നുവോ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം വ്യക്തിപരമായ ശക്തീകരണത്തിനും സഭയെ പടുത്തുയർത്തുന്നതിനും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇത്തരം ദാനങ്ങളാണ്. ജ്ഞാനം നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അറിവ് നേടുന്ന പ്രവൃത്തിയല്ല. നമ്മൾ നേടുന്ന അറിവ് ഭൗതികമായ വിവരങ്ങളാണ്. ആ വിവരത്തെ ജ്ഞാനമാക്കുന്നത് അത് ഒരാൾ ക്രിസ്തുവിൽ എപ്രകാരം നോക്കിക്കാണുന്നു എന്ന തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ജ്ഞാനം നൽകുന്നത്. കൊളോസ്യർ ലേഖനം പറയുന്നത് പോലെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. ഇങ്ങനെ യേശു അകമയെന്ന ബോധ്യത്തിൽ അകമേ ഉണ്ടാകുന്ന ഈ ശക്തീകരണ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, അതിന് ശ്രദ്ധിക്കുന്നില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന വരദാനങ്ങളെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ, നഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥികളാണ്, അവര് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോകുന്നു. അപ്പൊ എന്തിനാണ് ധ്യാനം കൂടാൻ പോകുന്നത്? അവിടെയുള്ള അച്ഛന് ഭാവി ഫലം പറയാൻ കഴിയുന്നത്. ഭാവി ഫലം പറയുന്നത് പ്രവചനമല്ല. ഭാവി ഫലം പറയുന്നത് ഒരിക്കലും പരിശുദ്ധാത്മ പ്രേരിതമായിട്ടുമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും, അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി കാണുന്നുണ്ട്, അശുദ്ധാത്മാവ് ബാധിച്ചൊരു പെൺകുട്ടിയാണ് പ്രവചിക്കുന്നത്. ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കണം, അല്ലെങ്കിൽ ഒരാളുടെ പ്രവചനം ഉണ്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പെശകം എന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസ വിരുദ്ധതയാണ്. നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് കരുതുന്നുണ്ടെന്നും അവൻ പരിശുദ്ധാത്മാവിൽ നമ്മെ നയിക്കുമെന്നും ഹൃദയബോധ്യമില്ലാതെ വരുമ്പോൾ വിശ്വാസക്ഷയം ഉണ്ടാകുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ഉത്കടമായ ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. ഭാവി ഫലം പറയുക എന്നത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ലെന്നറിയണം. അതുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രവൃത്തി സ്ഥൈര്യലേപനത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ആദിമസഭയിൽ എന്നതുപോലെ ആത്മാവിന്റെ പൂർണ്ണത നൽകുന്ന പ്രവൃത്തി തന്നെയാണ്. വരദാനങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു നേഴ്സിൽ രോഗശാന്തി വരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രോഗശാന്തി വരെ ഉണ്ട്. രോഗശാന്തിക്കായി പ്രവർത്തിക്കാനായി ശേഷി അവൾക്കുണ്ടാകുമ്പോഴാണ് അത്തരമൊരു പ്രവൃത്തിയിലേക്ക് ദൈവം അവളെ നയിക്കുക. പലരും വിചാരിക്കുന്നത് നിവൃത്തികേട് കൊണ്ട് പഠിച്ച് ജോലി കിട്ടാൻ വേണ്ടി പോകുന്ന മാർഗമായിട്ടാണ്, വിദേശത്ത് പോകാം, ജോലി കിട്ടാം. വാസ്തവത്തിൽ ആ പ്രേരണയുടെ പുറകിലുള്ളത് ദൈവത്തിന്റെ ഒരു നയിക്കപ്പെടലും കൂടിയായിട്ട് നമ്മൾ കാണണം. ഒരാൾ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു, ഒരാൾ എഴുതാൻ ആഗ്രഹിക്കുന്നു, ഒരാൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ഒരാൾ കൊല്ലപ്പണിക്ക് ആഗ്രഹിക്കുന്നു. ജീവിത സന്ദർഭങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ വഴികളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ദൈവാത്മാവിന്റെ പ്രേരണയുണ്ട്. ആ പ്രേരണ എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ കഴിവും ഈ പ്രേരണയും എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വ്യക്തമായ ധാരണയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അവിടെ നാം ആശ്രയിക്കേണ്ടത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. നമ്മിൽ സംസാരിക്കുന്ന, നമ്മെ സഹായിക്കാനായി ദൈവം നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവിനെയാണ്. അത് മറന്നുകൊണ്ടാണ് കണിയാന്മാരെ കാണുന്നത് പോലെ ബ്രദർമാരെ കാണാനും അച്ഛന്മാരെ കാണാനും സിസ്റ്റർമാരെ കാണാനും അത്ഭുത സിദ്ധിയുള്ളവരെ തേടിയുള്ള നമ്മുടെ അലച്ചിലുകൾ. ഈ അലച്ചിലുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വാസ്തവത്തിൽ ദൈവവിരുദ്ധമായ ഒരു വഴിയിലേക്കാണ്. വിശ്വാസത്തിൽ നാം വീണു പോവുകയാണ് ചെയ്യുക എന്ന കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തീകരണമാണ്. ആദിമസഭയിൽ എന്നതുപോലെ തന്നെ ആത്മാവിന്റെ പൂർണ്ണത സ്ഥൈര്യലേപനത്തിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമുക്കത് അനുഭവപ്പെടാത്ത എന്തുകൊണ്ടാണ്? ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെ അനുഭവതലങ്ങളുണ്ടാകും, വൈകാരികതകൾ പ്രകടമാകും. പക്ഷെ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലനായ മെത്രാൻ നൽകുമ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നില്ല. മെത്രാൻ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ മെത്രാനും അനുഭവം ഉണ്ടാകുന്നില്ല, നിൽക്കുന്ന വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ അനുഭവതലങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിന് നൽകുന്നത് നമ്മിലിങ്ങനെ എന്തെങ്കിലും ബാഹ്യമായ അടയാളങ്ങൾ ഉണ്ടായി നമ്മെ അത്തരത്തിൽ നയിക്കാൻ വേണ്ടിയല്ല. ദൈവാത്മാവിന്റെ ശക്തി നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഈ ആത്മാവിനെ ആശ്രയിക്കുന്ന ഒരു ബോധം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് വെളിവില്ലാണ്ടായി പോകുന്നത്. വരമുണ്ടായിട്ട് കാര്യമില്ല, വെളിവുണ്ടാകേണ്ടതുണ്ട്. വെളിവില്ലാതായി പോകുന്നതുകൊണ്ടാണ് പ്രഘോഷങ്ങളിലൊക്കെ ഈ വരദാനങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ച് കാണിക്കുന്ന ആക്ടിവിസ്റ്റുകൾ, ഫെയ്ത്ത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയാവുന്ന കുറെ ആളുകൾ ഉണ്ടാകുന്നത്. അവരിങ്ങനെ ഇത് കാണിച്ചിട്ട് ഒരു ആൾദൈവ സ്വരൂപത്തിലേക്ക് സ്വയം ചമയുകയാണ് എന്ന കാര്യം നമ്മൾ അറിയണം. വചനം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും, രോഗശാന്തി ഉണ്ടാകും. പലപ്പോഴും മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കുന്ന എല്ലാ നിഷേധാത്മക ശക്തികളെയും അല്ലെങ്കിൽ ചിന്തകളെയും ഒക്കെ തകർക്കാൻ കഴിയുന്ന ദൈവവചനം അയാൾ പ്രവർത്തിക്കും. നിരാശയിൽ നിന്ന് മോചനം ഉണ്ടാകും, അയാളുടെ കുറ്റബോധത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. അങ്ങനെ കുറ്റബോധം കെട്ടിയിട്ടിട്ടുള്ള, നിരാശ കിട്ടിയിട്ടുള്ള ആളുകളെ നമുക്കത് വിമോചിപ്പിക്കാൻ കഴിയും. അത് നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആവശ്യക്കാരന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അതല്ലാതെ ഒരു കഴിവുള്ള ആളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ആളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം ഇടയാക്കും. ദൈവത്തിന്റെ ലക്ഷ്യം മനുഷ്യരക്ഷയാണ്. ആ രക്ഷയിലുള്ള പങ്കാളിത്തമാണ് വരദാനങ്ങളുടെ പ്രവൃത്തിയിലൂടെ യഥാർത്ഥത്തിൽ നിറവേറേണ്ടത് എന്ന കാര്യം നമ്മൾ അറിയണം.
എന്നിട്ട് എന്തുകൊണ്ടാണ് ഭാഷാവരം നമ്മിൽ പ്രകടമാകാത്തത്, രോഗശാന്തി വരം പ്രകടമാകാത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം വ്യക്തമായി പറയാം. നമ്മുടെ വിശ്വാസം അതിനകത്ത് ക്ഷയിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്കുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിട്ട് കാണുമെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു സംശയം നമുക്കുണ്ടാകും, സന്ദേഹാവസ്ഥ ഉണ്ടാവും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈശോ ലോകത്തേക്ക് ശിഷ്യന്മാരെ അയക്കുമ്പോൾ വ്യക്തമായി പറയുന്നത് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ആ വിശ്വാസം എങ്ങനെയുള്ളതാണ്? അത് സ്വസിദ്ധമായ വിശ്വാസമല്ല, ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്ന വിശ്വാസമാണ്. വിശ്വാസം രണ്ട് തരത്തിലുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൂടെ, വിശ്വസ്തതയിലൂടെ നാം വിശ്വാസം പ്രഘോഷിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. ദൈവം നൽകുന്ന ദാനമാണ് ഈ വിശ്വാസം. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-9 തിരുവചനങ്ങളിൽ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ പറയുന്നത് ഇത് ദൈവിക ദാനമാണ്, നമ്മൾ നേടിയെടുത്തതല്ല. അപ്പൊ ദൈവം നമ്മുടെ അകത്തിന് വിശ്വാസം ജനിപ്പിക്കുകയും ആ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കുകയും നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ വിശ്വാസ പ്രഘോഷണത്തിന് ഇത് ആവശ്യമായി വരികയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വരം പ്രകടമാകുന്നത്. അത് അധ്യാപനത്തിൽ അവരുണ്ട്, നഴ്സിംഗിൽ അവരുണ്ട്, ഡ്രൈവർമാർക്ക് അവരുണ്ട്, എല്ലാവരിലും അവരുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ലോകത്തെ രക്ഷയുടെ ഭാഗമായി മാറാൻ, അല്ലെങ്കിൽ രക്ഷാകര പ്രവൃത്തിയുടെ ഭാഗമായി മാറാൻ വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഈ വരദാനങ്ങൾ നൽകിയില്ല എന്ന വിശ്വാസക്കുറവ് നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ബോധ്യപ്പെടേണ്ടത് ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ അകത്ത് വസിക്കുന്നത്. ആ ആത്മാവ് ചില ഇടങ്ങളിൽ മാത്രമല്ല പ്രവർത്തിക്കുക, ആവശ്യത്തിലാണ് പ്രവർത്തിക്കുക. ലോകരക്ഷയാണ് ദൈവത്തിന്റെ ലക്ഷ്യം. മറ്റുള്ളവർ മാനസാന്തരപ്പെടാനാണ്, രക്ഷ പ്രാപിക്കാനാണ്. നമ്മൾ അങ്ങനെ ഉപകരണമായി മാറുന്ന സമയത്തൊക്കെ ദൈവാത്മാവ് തന്നിട്ടുള്ള ഈ പണിയായുധങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുകയാണ് ധ്യാനാവസരത്തിൽ. ചിലപ്പോൾ വരദാനങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു എന്ന് പറയും. അതിന്റെ കാര്യത്തിൽ പ്രശ്നം ഇതാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ബോധ്യപ്പെട്ട് വിശ്വാസത്തിന്റെ വഴിയെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ ഈ വരദാനങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് 3-ാം അധ്യായത്തിൽ ഒരു കാര്യം കാണാം. ഒരു മുടന്തനെ സൗഖ്യമാക്കും. പത്രോസിനെയും യോഹന്നാനെയും കാണുമ്പോൾ ഈ മുടന്തൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കൈ നീട്ടാണ്. അവരൊരു ദാഹത്തോടെ നോക്കാണ്. അവരെ സൂക്ഷിച്ചു നോക്കിയിട്ട് പത്രോസ് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, അതായത് ലോകത്തിന്റെ സമ്പാദ്യം എൻ്റെ കയ്യിലില്ല, കഴിവില്ല, ഞാൻ ലോകത്തിൽ ശക്തനല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും മുറുകെ പിടിച്ചിട്ടുള്ളത് ലോകത്തിന്റെ താല്പര്യങ്ങളിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇത് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കും. നിസ്സാരമായിട്ട് കാര്യം ആലോചിക്കാം. അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്ന അനേകം പ്രഘോഷകർ നമുക്കുണ്ട്. ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്ത പ്രഘോഷകർ പിന്നീട് പല തട്ടിപ്പുകളും കാണിക്കാനായിട്ട് നിർബന്ധിതരാകും. കാരണം തങ്ങൾക്ക് ഈ കഴിവുണ്ടെന്ന് അവരങ്ങ് വിശ്വസിക്കും. ഇത് തങ്ങളുടെ കഴിവാണെന്ന് വിശ്വസിക്കും. അങ്ങനെ തങ്ങളുടെ കഴിവാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ കഴിവ് നിലനിർത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയായിട്ട് വരും. അവിടെയാണ് ഈ സൂത്രവിദ്യകളും കള്ളസാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. വാസ്തവത്തിൽ ദൈവത്തിന്റെ ആവശ്യമുള്ള സമയത്ത് ആർക്കാണോ ആവശ്യം, ആരിലാണോ വിശ്വാസം ജനിപ്പിക്കേണ്ടത്, ആരിലാണോ പ്രവർത്തിക്കേണ്ടത്, ആ സമയത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ കൈയൊഴിഞ്ഞു നിന്നാൽ മതി, ഉള്ളു ശുദ്ധമാക്കി നിന്നാൽ മതി. എങ്ങനെ ശുദ്ധമാക്കണം? ഇതൊന്നും എൻ്റെ അല്ല, ഞാൻ നിസ്വനാണ്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. അപ്പൊ എനിക്കുള്ളത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ എന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവാണെങ്കിൽ, യേശുക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ അവന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വരദാനങ്ങൾ പ്രകടമാകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ തരംതിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. വരദാനങ്ങളിലൂടെ തന്നെയാണ് ക്രൈസ്തവ സാക്ഷ്യം മുന്നേറുന്നത്. പക്ഷെ അത് കേവല അത്ഭുതങ്ങളല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ ചോദ്യം ഇത്തിരി ദീർഘമേറിയ ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഇതിന് മുഴുവനായിട്ട് നമുക്കിവിടെ ഉത്തരം പറയാൻ കഴിയില്ല. എങ്കിലും ഒരു കാര്യം പറയാം. യേശു പിശാചിനെ കുരിശിൽ തോൽപ്പിച്ചില്ല, പിന്നെ എന്തുകൊണ്ടാണ് സഭയിൽ വീണ്ടും പൈശാചിക ബഹിഷ്കരണ പ്രാർത്ഥന നടക്കുന്നതെന്ന്? പൈശാചിക തിന്മയെ ക്രിസ്തു തോൽപ്പിച്ചു. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നാം ഓരോരുത്തരും അവന്റെ മേൽ വിജയം ആഘോഷിക്കണം. പിശാചിനെ തോൽപ്പിച്ചു. നരകം ഒരു സ്ഥലമൊന്നുമല്ല കൊണ്ട് അടച്ചിടാനായിട്ട്. നരകം ഒരു അവസ്ഥയാണ്. പൈശാചിക തിന്മകളെ യേശു കീഴ്പ്പെടുത്തി. ആ കീഴ്പ്പെടുത്തിയ വിജയം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണെങ്കിൽ നമുക്കത് ഈ പങ്കാളിത്തം ഉണ്ടാവണം. അവിടെയാണ് പൈശാചിക ബഹിഷ്കരണം പ്രധാനമായിട്ട് വരുന്നത്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ലോകത്തേക്ക് ഉന്മുഖമായിരിക്കും നമ്മുടെ ജീവിതം. ഈ ലോകക്രമത്തിലേക്ക് വഴിതിരിയുമ്പോൾ സ്വാഭാവിക പ്രകൃതിയിൽ നമുക്ക് ദൈവാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ കഴിയാതെ വരും.
അവിടെയാണ് മാമോദീസയിൽ ഒരു പൈശാചിക ബഹിഷ്കരണം നടക്കുന്നത്. യഥാർത്ഥത്തിൽ പൈശാചിക ബഹിഷ്കരണം, ഉച്ചാടന പ്രാർത്ഥന നടക്കുന്നത് മാമോദീസയിലാണ്. മാമോദീസയ്ക്ക് ശേഷം ഒരു പൈശാചിക ഉച്ചാടനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആവശ്യമില്ല. സാധാരണ എന്ന് പറയുന്നത് ക്രമമായി നൽകപ്പെടുന്ന ഉച്ചാടന പ്രവൃത്തി നടക്കുന്നത് മാമോദീസയിലാണ്. ഇനി അസാധാരണമായ ഉച്ചാടനത്തെക്കുറിച്ചാണ് നമ്മൾ പിന്നെ പറയുക. നമ്മൾ പറയുന്നത് സോളം എക്സോസിസം എന്ന് പറയുന്നത്. ഇങ്ങനൊരു ബഹിഷ്കരണം നടക്കാനിടയാകുന്നത് മാമോദീസ സ്വീകരിക്കുകയും ക്രിസ്തുവിലായിത്തീരുകയും പൈശാചിക ഉച്ചാടനം സംഭവിക്കുകയും ചെയ്തതിന് ശേഷം ഒരു വ്യക്തി അയാളുടെ ജീവിതാനുഭവത്തിൽ ആന്തരിക സൗഖ്യ പ്രശ്നം കൊണ്ടോ ഏതെങ്കിലും സാഹചര്യങ്ങളിലോ പൈശാചിക തിന്മകളുടെ വാസത്തിന് അല്ലെങ്കിൽ സ്വാധീനത്തിന് വിധേയപ്പെടാൻ ഇടയായാൽ, ഇപ്പൊ പാപം ചെയ്യുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോഴോ അന്ധവിശ്വാസത്തിൽപ്പെട്ടു പോകുമ്പോഴോ നിരാശപ്പെട്ടു പോകുമ്പോഴോ ഒക്കെ നിരാശയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭയത്തിന്റെ ആത്മാവൊക്കെ ഒരാളെ സ്വാധീനിക്കാം. അത്തരത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങൾ അത് വളരെ വിരളമാണ്. അതുകൊണ്ടാണ് അസാധാരണം എന്ന് പറയുന്നത്. വലിയ ഭൂതോച്ചാടനം എന്ന് വിചാരിക്കരുത്, അസാധാരണമായ ഭൂതോച്ചാടനം. ഈ അസാധാരണത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വിശ്വാസം സ്വീകരിച്ച ഒരാൾക്ക് വിശ്വാസത്തിൽ പിഴവുണ്ടാകുമ്പോൾ, ക്ഷയം ഉണ്ടാകുമ്പോൾ അയാൾ ഭയത്തിനോ നിരാശയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾക്കോ വിധേയപ്പെടുകയും അയാളുമായി ഒന്നിച്ചു ചേരുന്ന വിധത്തിൽ ഒരു കാരണവശാലും മാനസികമായ ഈ ആധിപത്യത്തിന്റെ അടിമത്തത്തിന്റെ കീഴിൽ നിന്ന് അയാൾക്ക് മോചിതനാകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സമയത്താണ് ഉച്ചാടനം നടക്കുന്നത്. ഈ ഉച്ചാടനം നടത്താനായിട്ട് ഇപ്പൊ ഇന്ന് കാണുന്ന പോലെ ഒരു ധ്യാനം കൂടുന്ന ആളുകളുടെ മേലൊക്കെ കൈനീട്ടിട്ട് ചെകുത്താനെ പുറത്തു പോ എന്ന് പറയുമ്പോൾ എല്ലാവരോടും മറിഞ്ഞു വീഴുന്നു. ആ കാര്യമല്ല. അങ്ങനെ ഭൂതോച്ചാടനം നടത്താനായിട്ട് ആരെയും സഭ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് മെത്രാനാണ് ഈ അധികാരം. മെത്രാൻ ഈ അധികാരം ഏതെങ്കിലും ഒരു പുരോഹിതനെ ഏൽപ്പിക്കുക. പുരോഹിതനാണ് സാധാരണ അത് ചെയ്യുക. ഇങ്ങനെ ഉച്ചാടനം ചെയ്യുന്നത് അയാളെ പഠിച്ചിട്ടാണ്. അയാളുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ചിട്ടാണ്. മാനസിക പ്രശ്നമാണോ, ശാരീരിക രോഗങ്ങളാണോ, സാമൂഹ്യമായ ചുറ്റുപാടുകളാണോ, ഇത്തരത്തിൽ അയാളെ ഒരു തിന്മയുടെ വിധേയത്വത്തിന് കീഴിൽ കൊണ്ടുപോകുന്നത്. അതായത് സ്വന്തം സ്വഭാവത്തെ പോലും മറികടക്കുന്ന രീതിയിൽ തിന്മയുടെ പ്രവൃത്തികളിലേക്ക് അയാളെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യാനാണ്. അപ്പൊ അത് സമയമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. കാണുമ്പോൾ കൈവച്ച് തലയും കുത്തി വീഴ്ത്തുന്ന പരിപാടി അല്ല അത്. അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം, ഒരു ഭൂതോച്ചാടനം എന്ന പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഭൂതോച്ചാടനം ഞാൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം 1.5 വർഷം എഴുതിയിട്ടാണ്, പഠിച്ചിട്ടാണ് അത് എഴുതിയത്. അത് പൈശാചിക ബഹിഷ്കരണം എന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അതിൽ സംഭവിക്കുന്ന മാനിപ്പുലേഷൻസ് എന്താണെന്ന് വ്യക്തമായി പഠിക്കാൻ നമുക്ക് കഴിയണം. ഓജോ ബോർഡ് അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചുകൾ, മന്ത്രവാദം, അതിലൊക്കെ പ്രവർത്തിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അത് നേരിടാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് ആ പുസ്തകം തയ്യാറാക്കിയത്. ആ പുസ്തകം ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും. അപ്പൊ ഈ ഞാൻ പറയുന്നത് പൈശാചിക ഉച്ചാടനത്തെ നമ്മളിങ്ങനെ കാണണം. എന്തിനു വേണ്ടിയാണ് പിശാചിനെ വീണ്ടും തോൽപ്പിക്കാൻ അവസരം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിൽ തോൽപ്പിക്കപ്പെട്ടവനാണ് പിശാച്. പിശാച് ഇന്ന് പ്രലോഭകനായിട്ടാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രലോഭകനായ ഈ പിശാചിനെ തോൽപ്പിക്കാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ആത്മാവിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം വിജയം ആഘോഷിക്കും. നിങ്ങൾ വീണ്ടെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവകാശം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇങ്ങനെ തുടരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സഭയിൽ വീണ്ടും ബഹിഷ്കരണ പദ്ധതികളുള്ളത്. അല്ലാതെ പിശാച് ഇപ്പോഴും സർവ്വസ്വതന്ത്രനായി എല്ലാവരും കീഴ്പ്പെടുന്ന തക്ക വിധത്തിൽ വിഴുങ്ങാൻ നടക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുക. അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. പിശാച് പ്രവർത്തിക്കുന്ന പ്രലോഭകനായിട്ടാണ്. ആ പ്രലോഭനത്തിൽ നാം വീഴുകയും ലോകത്തിലേക്ക് തിരിയുകയും ക്രിസ്തുമാർഗത്തെ ഹൃദയത്തിൽ നിന്ന് മാറ്റുകയും പൈശാചികമായ സ്വാധീനങ്ങൾക്ക് വിധേയപ്പെട്ട്, അതെങ്കിൽ നിരാശ, ഭയം, ദുഃഖം, അമിതമായ ദുഃഖം, ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള വിദ്വേഷം, അങ്ങനെയൊക്കെ നമ്മിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ തിന്മയായിട്ട് കാണേണ്ടത്. ആ തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നത് ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിലാണെന്ന് കൂടി തിരിച്ചറിയണം. ഈ ചോദ്യത്തിന് മറുപടി പൂർണ്ണമല്ലെന്ന് എനിക്കറിയാം. കാരണം അത് അങ്ങനെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. അത് വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, നമ്മൾ മരിച്ചുപോയ പൂർവികർ പലരും നരകത്തിലാണെന്ന് ഒരു പ്രഘോഷണം കേൾക്കാനിടയായി. ഞാനത് കേട്ടിട്ടുണ്ട്. ഒരു സഹോദരിയാണ് ഇതിന്റെ പ്രഘോഷക. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും മരിച്ചവരൊക്കെ നരകത്തിലാണ്, ശുദ്ധീകരണ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിൽ എരിയുമ്പോഴാണ് ഇവിടെയുള്ള ആളുകൾക്ക് രോഗങ്ങളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇമാതിരി പഠനങ്ങൾ വാസ്തവത്തിൽ സഭാവിരുദ്ധമായ പഠനമാണ്. ഒരിക്കലും ദൈവം ഈ സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ച് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നൽകുന്നില്ല. കാരണം അതെല്ലാം വിശ്വാസ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരാളെ നരകത്തിലായി കാണാനും പാടില്ല. സ്വർഗത്തിലായി നമ്മൾ വിശുദ്ധാത്മാക്കളായി വണങ്ങുന്നവർ അവരുടെ ജീവിതത്തെ പ്രതിയാണ്. അവർ ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം വിശുദ്ധ ജീവിത മാതൃക. അതുകൊണ്ടാണ് അത് തന്നെ സഭ വളരെയേറെ പഠിച്ചിട്ടാണ്. സഭ ഇതുവരെ
നരകത്തിൽ കിടക്കുന്ന ആത്മാവിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാത്തത് ഇപ്രകാരം നരകത്തിൽ ആത്മാക്കൾ കിടക്കുന്നു എന്നൊരു അബദ്ധ ബോധ്യം നമ്മിൽ എത്തിച്ചേരാൻ ഇടയുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ലക്ഷണം പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നരകത്തിൽ കിടക്കുന്നതായിട്ട് കാണാൻ പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ അതീവ കാരുണ്യത്തോടെ കാണുന്നവനാണ് ദൈവം. മരണസമയത്ത് ഒരുപക്ഷെ ദുഷ്ടനായി ജീവിച്ച ഒരാളായിരിക്കാം, മരണസമയത്ത് അയാൾ തെറ്റിപ്പോയി ദൈവമേ എന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം. അയാളിലും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ അയാൾക്ക് അനുതാപം ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഒരു ആത്മാവ് നരകത്തിൽ പോയി എന്ന് വിശ്വസിക്കുകയല്ല വേണ്ടത്. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ ദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്തതിന്റെ വേദനയാണ്. അതല്ലാതെ നാം കരുതുന്ന പോലെ വറചട്ടിയിലിട്ട് പൊരിക്കുന്ന പരിപാടിയല്ല ശുദ്ധീകരണ സ്ഥലത്തുള്ളത് എന്നറിയണം. അപ്പൊ അബദ്ധ പ്രബോധനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. പ്രബോധനങ്ങളിലേക്ക് പോകുമ്പോൾ സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നതിലേക്കാണ് തിരിയേണ്ടത്. സമയം നീണ്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ ഈ മറുപടി സെഷൻ ചുരുക്കുകയാണ്. നിങ്ങൾ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുക, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനുള്ള നിരന്തരമായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകും. ദൈവം അനുവദിക്കുന്ന രീതിയിൽ അവയ്ക്കൊക്കെ മറുപടി പറയാം. അത് ഉത്തരമാകണമോ എന്നുള്ളത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായി തന്നെ ആലോചിക്കണം. വ്യക്തിപരമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടാകേണ്ടത്, ഉത്തരം ഉണ്ടാകേണ്ടത്. അവനവനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് അത്തരം ഉത്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് സംശയത്തിൽ നിന്ന് വിമുക്തമാകൂ എന്ന് കൂടി അറിയണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ ശുശ്രൂഷ പുരോഗമിക്കാൻ നിങ്ങളും ഭാഗമാക്കുക. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.